ഇസ്രയേലിന് അടുത്ത സുഹൃത്തായി ഇന്ത്യ പബ്ലിക്കായിട്ട് അവരുടെ നിലപാടുകൾ അറിയിച്ചിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഫെബ്രുവരി മാസം 25-26 തീയതികളിൽ 2026 വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം ഇസ്രയേലിൽ നടത്തിയിരിക്കുകയാണ്. ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ പത്നി സാറയും ഇസ്രയേലിലെ പാർലമെൻറ്റ് അംഗങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വളരെ വലിയ ഒരു വരവേൽപ്പും സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഈ യാത്രയെന്ന് പറയുന്നത് സന്ദർശനം മാത്രമായിരുന്നില്ല, എന്നാൽ വളരെ നിർണായകമായിട്ടുള്ള അനേക ട്രീറ്റുകളിൽ ഒപ്പിടുകയുണ്ടായി. പ്രത്യേകിച്ച് നവീന സാങ്കേതിക വിദ്യയുടെയും കൃഷി രീതികളുടെയും പ്രധാനപ്പെട്ട എഗ്രിമെൻറ്റുകളിലും ട്രീറ്റുകളിലും ഒപ്പിട്ടതിനു ശേഷമാണ് രണ്ട് പ്രിയപ്പെട്ടവരും രണ്ട് രാജ്യങ്ങളും മടങ്ങുന്നത്. യാദ് വാഷേം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹോളോകോസ്റ്റ് റിമംബറൻസ് സെൻറ്ററിൽ നരേന്ദ്രമോദിജി അവിടെ സന്ദർശിക്കുകയും അദ്ദേഹം അവിടെ ഒപ്പുവെക്കുകയും അദ്ദേഹം ചരിത്രത്തിൽ നഷ്ടപ്പെട്ട യഹൂദന്മാരോടുള്ള ഇന്ത്യക്കാരുടെ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു ഇസ്രയേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിൽ അദ്ദേഹം സന്ദർശിച്ചത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തുകയും ദി അവാർഡ് ഓഫ് നെസറ്റ് എന്നുള്ള പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു. ഇസ്രയേലിലെ പാർലമെൻറ്റ് അംഗങ്ങൾ ഒരുമിച്ചുകൂടി ഇസ്രയേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവാർഡ്, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് കിട്ടുന്ന ഒരു അവാർഡാണത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇസ്രയേലിനും യഹൂദന്മാർക്കും നിർണായകമായ കോൺട്രിബ്യൂഷൻസ് നൽകുന്നവർക്ക് മാത്രം നൽകുന്ന ഒരു അവാർഡാണ് എന്നുള്ള പേരിലാണ് നെസറ്റ് അവാർഡ് അറിയപ്പെടുന്നത്. അത് ആദ്യമായി ലഭ്യമാകുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ്. വളരെ ആവർത്തിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞ ഒരു കാര്യമുണ്ട്, വി ആർ ഫ്രണ്ട്സ്. ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, യു ആർ അവർ ഫ്രണ്ട്, യു ആർ അവർ ബെസ്റ്റ് ഫ്രണ്ട്, യു ആർ മോർ ദാൻ എ ഫ്രണ്ട്, യു ആർ അവർ ബ്രദർ. നീ ഞങ്ങളുടെ ഒരു സുഹൃത്ത് മാത്രമല്ല, ഞങ്ങളുടെ സഹോദരനുമാണ് എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്. അതെ, വളരെ കലർപ്പില്ലാത്ത ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, ഒരുപക്ഷെ ഇസ്രയേൽ ഈ ഒരു 2026 എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇസ്രയേലിന് ലഭ്യമാകുന്നതിൽ വെച്ചും ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അംഗീകാരമാണ്. പ്രത്യേകിച്ച് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇസ്രയേലിനെ വെറുത്ത് നിർത്തുന്ന ഒരു സമയത്ത്, മാറ്റി നിർത്തുന്ന ഒരു സമയത്ത്, ഓസ്ട്രേലിയയും കാനഡയും UK ഉൾപ്പെടെയുള്ള അനേക രാജ്യങ്ങൾ മാറ്റി നിർത്തിയ ഇസ്രയേലിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കായി എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളിൽ അതൊരു പ്രധാനപ്പെട്ട മതിപ്പ് ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അനേക രാജ്യങ്ങളും നേതാക്കന്മാരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും പ്രധാനമായും ഇന്ത്യയിലുള്ളവർ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രയേൽ സന്ദർശനത്തെ പരിപൂർണമായും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 1948 ഇസ്രയേൽ ഒരു രാജ്യമായി രൂപപ്പെട്ട സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ അംഗീകരിച്ചിരുന്നില്ല. 1948 യുണൈറ്റഡ് നേഷൻസിൽ ഇസ്രയേലിന് ഒരു അംഗത്വം കൊടുക്കണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ, അതിൻ്റെ റെക്കമെൻഡേഷൻ വന്നപ്പോൾ എതിർത്ത രാജ്യങ്ങളൊന്ന് ഇന്ത്യയായിരുന്നു. എന്നാൽ 1950 ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഇന്ത്യ ഔദ്യോഗികമായ ഒരു രാജ്യമായി അംഗീകരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനുശേഷം 1992 വരെയും ഇന്ത്യയുമായി വേണ്ടത്ര രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കാത്ത ഒരു നിലപാടിലായിരുന്നു ഇസ്രയേലും ഇന്ത്യയും പരസ്പരം നിന്നിരുന്നത് എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 1950 മുതൽ 1992 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട 3 യുദ്ധങ്ങളിൽ ഇസ്രയേലിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് അത് ഉപയോഗമായി എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇന്ത്യ ചൈന യുദ്ധത്തിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും ഇന്ത്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ അവരുടെ ആയുധങ്ങൾ രഹസ്യമായി വിതരണം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന വിവരങ്ങളാണ്. 1992 ജനുവരി മാസം നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റാണ് ഇസ്രയേലിനും ഇന്ത്യയും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക രീതിയിൽ എഗ്രിമെൻറ്റുകളിൽ ചരിത്രത്തിലാദ്യമായി ഒപ്പിടുന്നത്. പ്രധാനമായും ഡിഫൻസ് എന്നുള്ള മേഖലയിലും അഥവാ പ്രതിരോധത്തിലും അഗ്രികൾച്ചർ അഥവാ കൃഷിയിലുമായിരുന്നു ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ 1992 ആദ്യത്തെ എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടത്. 2014 സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ അനേക എഗ്രിമെൻറ്റുകളിൽ ഇന്ത്യയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം വളരെ അടുത്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എന്നുള്ളത് ചരിത്രമാണ്. ഇന്ന് വീണ്ടും അത് സംഭവിച്ചിരിക്കുകയാണ്. 2026 ഫെബ്രുവരി മാസം 25-26 തീയതികളിൽ
ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്ത്യയിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി രണ്ടാമതും ഇസ്രയേൽ സന്ദർശിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ സന്ദർശനം ആയിരുന്നില്ല. പലസ്തീൻ എന്നുള്ള ഒരു സ്റ്റേറ്റ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു രാജ്യമായി തീരണമെന്ന് ഇന്ത്യയുടെ നിലപാട് ഇതിനു മുമ്പ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ വിസിറ്റ് നടത്തിയ സമയത്ത് പലസ്തീനെക്കുറിച്ചും അവിടെ നടക്കുന്ന കൂട്ടക്കൊലകളെക്കുറിച്ചുമൊന്നും ഒരു വാക്കുപോലും മിണ്ടാതെ തന്നെ ഇസ്രയേലിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവർത്തിച്ച് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രയേലിൽ നടന്ന ആ കൂട്ടക്കൊലയെ ആവർത്തിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി അപലപിക്കുകയും ഇന്ത്യൻ ജനതയുടെ അനുശോചനങ്ങൾ ആ സമയം അറിയിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇന്നു മുതൽ എന്നും ഇസ്രയേലിൻ്റെ സപ്പോർട്ടായിട്ടും കൂട്ടായിട്ടും ഇന്ത്യ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് പല പ്രാവശ്യമാണ് സ്റ്റാൻഡിംഗ് ഒവേഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭ്യമായത്. പാർലമെൻറ്റ് ഒരുമിച്ച് എഴുന്നേറ്റ് ഐക്യദാർഢ്യം കാണിക്കത്തക്ക രീതിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പല പ്രാവശ്യം അവർ വരവേറ്റു, അവർ എതിരേറ്റു, അതിനെ വെൽക്കം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതി, അതായത് ഇന്ത്യ ഇസ്രയേലിനെ ഒരു രാജ്യമായി അംഗീകരിച്ച ദിവസമാണ് താൻ പിറന്നു വീണതെന്ന് നരേന്ദ്രമോദി അവിടെ പറയുകയും ചെയ്തു. വളരെ വലിയ ഹർഷാരവങ്ങളോടുകൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളെയും ഇസ്രയേൽ പാർലമെൻറ്റ് സ്വാഗതം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു ഈ സമയങ്ങളൊക്കെയും. 2000 വർഷങ്ങൾക്ക് മുമ്പ്, നമ്മൾ കൃത്യമായി കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേലിലുള്ള എല്ലാവരും തന്നെ ചിതറിക്കപ്പെട്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അസൂര്യക്കാർ ഇസ്രയേലിനെ പിടിച്ചടക്കിയ കാലയളവായിരുന്നു അത്. ആ സമയത്ത് യഹൂദന്മാർ ചിതറിപ്പോയ സമയത്ത് അവർ ഓടി വന്ന് സങ്കേതം പ്രാപിച്ച സ്ഥലങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും. അന്ന് മുതൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു, അതിനു മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ പ്രധാനമായും യഹൂദന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി പാർക്കേണ്ട അവസ്ഥാവിശേഷം ഉണ്ടായത് അത് അസൂര്യൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ സമയത്തായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ സന്തതിയെ കിഴക്ക് നിന്ന് ഞാൻ വരുത്തുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കിഴക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവർ പോകുന്നതിന് മുമ്പ് തന്നെ യെശയ്യാ പ്രവാചകൻ പ്രവചനാത്മാവിൽ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നും കിഴക്കൻ രാജ്യങ്ങളിലേക്ക് ഇവർ ചിതറിപ്പോകുമെന്നും അങ്ങനെ ചിതറിപ്പോയതിനു ശേഷം അവർ തിരികെ ഇസ്രയേലിലേക്ക് തന്നെ മടങ്ങി വരും എന്നുള്ളതും യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള പ്രവചനമാണ്. അതൊക്കെയും ഇന്ത്യയുമായി ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തെ പ്രാവചനികമായി വരെ പറയുന്ന വേദഭാഗങ്ങൾ ബൈബിളിലുണ്ട് എന്നുള്ളതിൻ്റെ രേഖയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇസ്രയേൽ ഈ ലോക രാജ്യങ്ങളുടെ തന്നെ ഒരു സെൻട്രൽ സ്റ്റേജ് ആയി തീരുവാനായി പോവുകയാണ്. അന്ത്യകാല സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇസ്രയേൽ ആയിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജ്. ഇസ്രയേൽ അഥവാ യെരുശലേം എന്നുള്ള ആ ഒരു സ്റ്റേജിൽ വെച്ചായിരിക്കും ലോക സംഭവങ്ങൾ നടക്കുവാനായി പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ആ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുവാൻ സാധ്യമല്ല. എന്നാൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലും വെളിപ്പാട് പുസ്തകത്തിലും നമ്മൾ കാണുന്നുണ്ട് കിഴക്ക് നിന്ന് കുറേ രാജ്യങ്ങൾ ഇസ്രയേലിലേക്ക് വരുമെന്ന്. കിഴക്ക് നിന്ന് ഉള്ള കുറേ രാജ്യങ്ങൾ മാത്രമല്ല, ലോകത്തിലെ സകല രാജ്യങ്ങളും ഇസ്രയേലിന് എതിരായി ഒരുമിച്ച് യെരുശലേമിൽ കൂടി വരും എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ആ കൂടിവരവിൽ ഇന്ത്യയെ നമുക്ക് ഒഴിവാക്കേണ്ട ഒരു സ്ഥലമല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ത്യകാല പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം എന്തായിത്തീരും എന്ന് നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയും ഇസ്രയേലിന് എതിരെ വരേണ്ട ഒരു കാലഘട്ടം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനുള്ള ബന്ധത്തിൽ നടക്കുന്ന അന്ത്യകാല പ്രവചനങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഒരു ഡയറക്റ്റ് റോള് ഇല്ല എന്നുള്ളതും ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇന്ത്യ ഒഴിവാക്കി നിർത്തേണ്ട ഒരു രാജ്യമല്ല. ഇപ്പോഴുള്ള ഇന്ത്യയുടെ നിലപാടുകൾ, ഇപ്പോഴുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എന്നൊക്കെ പറയുന്നത് ചരിത്രപ്രധാനമായിട്ടുള്ള വിസിറ്റാണെങ്കിലും ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഓരോ ഓർമ്മകളിൽ മായപ്പെടുവാനായി പോവുകയാണ്. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സെൻട്രൽ സ്റ്റേജായി തീരുന്ന സമയത്ത്, അന്ത്യകാല സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്ന സമയത്ത് ഇന്ത്യക്ക് പ്രസക്തമായി ഒന്നും ചെയ്യുവാനില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കിഴക്ക് നിന്നുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും ഒരുമിച്ച് ചേർന്ന് യെരുശലേമിൽ യഹൂദന്മാർക്കെതിരെയും ഇസ്രയേലിനെതിരെയും വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ അരങ്ങേറും എന്നുള്ളത് തന്നെയാണ് അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. ഇസ്രയേലുമായി പ്രധാനമായും 2 യുദ്ധങ്ങളാണ് നടക്കുവാനായി പോകുന്നത്. ഒന്നാമത്തെ യുദ്ധം എന്ന് പറയുന്നത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. റഷ്യയും ഇറാനുമൊക്കെ ഇസ്രയേലിനെതിരെ വരുന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഇന്ത്യക്ക് ഡയറക്റ്റായിട്ടുള്ള റോൾ ഒന്നുമില്ല. ഇന്ത്യ ആ ഒരു റഷ്യയുടെ മുന്നേറ്റത്തെ, ഇസ്രയേലിന് എതിരെ വരുന്ന റഷ്യയുടെ മുന്നേറ്റത്തെ തടയുവാനോ അതിനെ സ്റ്റോപ്പ് ചെയ്യുവാനോ ഇന്ത്യക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല.
എന്തിന് അമേരിക്കയ്ക്ക് പോലും, എന്തിന് സൗദിക്ക് പോലും, ഒരു രാജ്യങ്ങൾക്കും തടയാൻ പറ്റാത്ത രീതിയിൽ റഷ്യയുടെ നേതൃത്വത്തിൽ, ഇറാൻ്റെ നേതൃത്വത്തിൽ ഒരു മുന്നേറ്റം ഇസ്രയേലിനെതിരെ നടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ യുദ്ധത്തിൻ്റെ പേര് ഗോഗ് മാഗോഗ് യുദ്ധം, ഗോഗ് മാഗോഗ് യുദ്ധം 1 എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. അതേസമയം തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ഗോഗ് മാഗോഗ് 2 എന്നുള്ള യുദ്ധം നടക്കുന്നുണ്ട് എന്നുള്ളതും ഈ സമയം ഞാനൊരു ടാഗ് ലൈൻ പോലെ പറയുകയാണ്. ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നതിനുള്ള ബന്ധത്തിൽ തന്നെ ഈ ഭൂമിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട രാജാവുണ്ട്, പ്രത്യക്ഷപ്പെടുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേര് എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവാണ്. ആ രാജാവ് ഇസ്രയേലിനെയും യഹൂദനെയും നിയന്ത്രിച്ചുകൊണ്ട് 7 വർഷം തൻ്റെ ഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന ഒരു 7 വർഷത്തെ കാലാവധി. ആദ്യത്തെ 3.5 വർഷം യഹൂദന്മാർ എതിർ ക്രിസ്തുവുമായി ഒരു എഗ്രിമെൻറ്റിലായിരിക്കും. എന്നാൽ ഈ എഗ്രിമെൻറ്റ് 7 വർഷം നിലനിൽക്കുമെങ്കിലും അവസാനത്തെ 3.5 വർഷം യഹൂദന്മാർ ഈ എഗ്രിമെൻറ്റിന് വെളിയിൽ വന്ന് എതിർ ക്രിസ്തുവിനെതിരെ ചിന്തിച്ചു തുടങ്ങും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യഹൂദന്മാർ എതിർ ക്രിസ്തുവിൻ്റെ കീഴിൽ വരുന്ന 7 വർഷം നമ്മുടെ മുൻപിൽ നടക്കുവാനായി പോവുകയാണ്. അതിനുശേഷം നടക്കുവാൻ പോകുന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധമെന്ന് പറയുന്നത്, നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇസ്രയേലിലെ മെഗിദ്ദോ താഴ്വരയാണ്. ആ യുദ്ധത്തിൻ്റെ പേര് ഹർമഗദോൻ എന്നുള്ള യുദ്ധമാണ്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ലോകത്തിലെ സകല രാജ്യങ്ങളും യെരുശലേമിന് വിരോധമായി കൂടും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആ യുദ്ധത്തിനുള്ള ബന്ധത്തിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കൂടുമ്പോൾ അതിനകത്ത് ഇന്ത്യയും ഉണ്ട്, അല്ലെ ഇന്ത്യ ഇല്ല എന്ന് സങ്കല്പിക്കേണ്ട ആവശ്യമല്ല. ഇന്ത്യയും അതിനകത്ത് ഉൾപ്പെടും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തികളിൽ നിന്നും അതിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും പ്രവചനത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ മുൻപിൽ നടക്കുവാനുള്ളത് പ്രധാനമായും 3 ഫേസുകളാണ്. ഒന്ന് ഗോഗ് മാഗോഗ് യുദ്ധം, ഇന്ത്യക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ല. രണ്ടാമത്തെ യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിൽ എഗ്രിമെൻ്റ് നടത്തി പോകുന്ന 7 വർഷത്തെ ആ ഒരു കാലയളവ്. അതിനകത്തും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എതിർ ക്രിസ്തുവിൻ്റെ കീഴിലായിരിക്കും. ഇസ്രയേലുമായി നേരിട്ട് ഒരു ക്ലാഷോ ഒരു എഗ്രിമെൻറ്റിലോ ഏർപ്പെടേണ്ട സാഹചര്യം അപ്പോൾ നിലവിലില്ല. അതിനുശേഷം വരുന്ന ഹർമഗദോൻ യുദ്ധത്തിൽ എല്ലാ രാജ്യങ്ങളും യഹൂദനെതിരെ വരുന്ന സമയത്ത്, യെരുശലേമിനെതിരെ വരുന്ന സമയത്ത്, ഇപ്പോൾ എന്തെല്ലാം എഗ്രിമെൻറ്റുകളിൽ ഇന്ത്യയും യഹൂദനും ഒപ്പിട്ടെന്ന് പറഞ്ഞാലും ശരി, എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് യഹൂദന് നേരെ വരുന്ന സമയത്ത് ഇന്ത്യയും അതിനകത്ത് കാണും എന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. സംഭവിക്കുവാൻ പോകുന്ന കാര്യം ഇതാണ്: ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇസ്രയേലിന് എതിരെ പടയൊരുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ ഉണ്ടാകും. ഹർമഗദോൻ എന്ന് പറയുന്ന കാലഘട്ടത്തിൻ്റെ ഒരു അവസാനത്തെ യുദ്ധം എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരിക്കും ആ യുദ്ധം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്: ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ഏതെല്ലാം എഗ്രിമെൻറ്റുകളിൽ ഒപ്പിട്ട് വെച്ചാലും, ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഏതെല്ലാം എഗ്രിമെൻറ്റുകളിൽ ഒപ്പിട്ടാലും, ഇസ്രയേലിനെ സംബന്ധിച്ച്, യെരുശലേമിനെ സംബന്ധിച്ച് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആർക്കും അതിനെ പരിപൂർണമായും പിന്തുണയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ അന്ത്യകാല ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ ഉരുത്തിരിയുവാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന സന്ദർശനവും ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഭാവി ബന്ധവും തമ്മിൽ, പ്രവചനങ്ങളും തമ്മിൽ, ബൈബിൾ പ്രവചനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ വന്നു, അവരുമായി ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടു, ബിസിനസ്സാണ്. അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മറ്റൊരു രാജ്യവുമായി ഒപ്പിടേണ്ട സാഹചര്യമുണ്ടായാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അതും ചെയ്യും. അത് ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെ കാര്യമാണ്. അതൊരു നയതന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്. എല്ലാ രാജ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ്. ബൈബിൾ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അതിന് പ്രധാനപ്പെട്ട പ്രസക്തി ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം തന്നെ ഇസ്രയേലിനെ സഹായിക്കുന്നതിനു വേണ്ടി ഈ സമയത്ത് ലജ്ജ കൂടാതെ ഇന്ത്യ വന്നു എന്നുള്ളതും ശ്ലാഘനീയമായ, പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. അതേ മറ്റ് രാജ്യങ്ങൾ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാനായി മുന്നോട്ട് വരുന്നതിനു വേണ്ടി ഒരു പ്രചോദനം തന്നെയാണ്. അതേ ഈ ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം യഹൂദൻ സ്വസ്ഥമായി വസിക്കട്ടെ, യഹൂദനുമായി എല്ലാ രാജ്യങ്ങളും ബൈബിൾ പ്രവചനങ്ങൾ നിറവേറുന്നതിന് മുമ്പ് സ്വസ്ഥതയോടുകൂടെ ജീവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം. എന്നാൽ അന്ത്യകാലത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്തായിത്തീരും എന്നുള്ളത് സക്രിയ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകം ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്: ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്: ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കി തീർക്കും. യെരുശലേമിൻ്റെ നിരോധത്തിങ്കിൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഹർമഗദോൻ യുദ്ധമാണത്. ഭൂമിയിലെ സകല ജാതികളും ഇൻക്ലൂഡിങ് ഇന്ത്യൻസ്, നമ്മളെല്ലാവരും യഹൂദന് നേരെ അല്ലെങ്കിൽ യെരുശലേമിന് നേരെ, നമ്മളെന്ന് പറയുന്ന സമയത്ത് അതെ അതിനകത്ത് പ്രവചനത്തിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു സമയത്ത് ജീവിക്കുന്ന എല്ലാവരും, ഈ ഭൂമിയിലുള്ള സകല ജാതികളും എല്ലാ രാജ്യങ്ങളും
എല്ലാ പ്രധാനമന്ത്രിമാരും യഹൂദന് നേരെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അന്ന് യഹൂദന് നേരെ ചിന്തിക്കുന്നതിന് വേണ്ടി ഈ രാജ്യങ്ങളെയൊക്കെയും വശീകരിക്കുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു രാജാവായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ പ്രവചനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പദമുണ്ട്. അന്നാളെ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി തീർക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? യഹൂദൻ ഒരു ഭാരമുള്ള ഒരു കല്ലായി തീരും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? യഹൂദനെ ചുമക്കുന്നതിന് വേണ്ടി അവസാന കാലത്തിൽ അനേക രാജ്യങ്ങൾ വരും. ചിലർ യഹൂദനെ പിളർത്തുന്നതിന് വേണ്ടി ചുമക്കും. അവർക്ക് യഹൂദൻ ഒരു ഭാരമുള്ള കല്ലായി തീരും. ചിലർ യഹൂദനെ ചുമന്ന് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ശ്രമിക്കും. അവർക്കും യഹൂദൻ ഭാരമുള്ള ഒരു കല്ലായി തീരും. ഏത് രീതിയിലും യഹൂദനെ എടുത്തു മാറ്റുവാനോ യഹൂദനെ പിളർത്തുവാനോ യഹൂദനെ സപ്പോർട്ട് ചെയ്യുവാനോ സാധ്യമാകാത്ത രീതിയിൽ യഹൂദൻ ഭാരമുള്ള ഒരു കല്ലായിത്തീരും, ഇസ്രയേൽ ഭാരമുള്ള ഒരു കല്ലായിത്തീരും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അന്ന് അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും. കാരണം യഹൂദന് വേണ്ടി, ഇസ്രയേലിനു വേണ്ടി ദൈവമായ യഹോവ തന്നെ ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്ന നാളുകളുണ്ട് എന്നുള്ളത് തന്നെയാണ് ബൈബിൾ പ്രോഫസി. അത് നടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇത് നടക്കുവാനായി പോവുകയാണ്. ഇന്ത്യക്ക് എക്സംഷൻസ് ഇല്ല. ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും അതിനകത്ത് നിന്ന് ഒഴിവില്ല. എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ആർക്കും പറ്റാത്ത രീതിയിൽ വളരെ വലിയ എഗ്രിമെൻറ്റുകൾ കൊണ്ടും ഒരിക്കലും ഈ ഭൂമിയുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ടും യഹൂദൻ ഒറ്റപ്പെടുമെന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഇസ്രയേലും യെരൂശലേമും ഈ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന സ്റ്റേജായി വെളിപ്പെടും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഈ ലോകത്തിൽ അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ അത് നടക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അല്ലെങ്കിൽ ഒറ്റ രാജ്യം എന്ന് പറയുന്നത് യെരൂശലേം തന്നെയായിരിക്കും, ഇസ്രയേൽ തന്നെയായിരിക്കും, യഹൂദന്മാർ എന്ന് പറയുന്ന ഒരു ജാതി തന്നെയായിരിക്കും. ആ ഒരു രാജ്യത്തേക്കും ആ ഒരു ദേശത്തേക്കും ക്യാമറകളെല്ലാം തിരിക്കുവാനായി പോവുകയാണ്. യേശു ക്രിസ്തു തൻ്റെ നിത്യരാജ്യത്വം സ്ഥാപിക്കുന്നതിന് മുമ്പ് യെരൂശലേം ഒരു ശ്രദ്ധാകേന്ദ്രമായി തീരും, ഇസ്രയേൽ ഒരു ശ്രദ്ധാകേന്ദ്രമായി തീരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്വമാണ്. യേശു ക്രിസ്തു തൻ്റെ നിത്യരാജ്യത്വം ഈ ഭൂമിയിൽ സ്ഥാപിക്കും. 1000 ആണ്ട് എന്ന് പറയുന്ന ഒരു കാലയളവിൽ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിൽ വാഴുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഇപ്പോൾ നമ്മൾ പാർക്കുന്ന ഈ യുഗമെന്ന് പറയുന്നത് കൃപായുഗമാണ്. ഈ കൃപായുഗത്തിൽ ആർക്കും യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ധാരാളമായിട്ടുള്ള ഒരു പ്രവേശനമാണുള്ളത്. നിങ്ങൾക്ക് ദൈവസ്നേഹം അനുഭവിക്കുവാൻ താല്പര്യമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നിത്യനീതിയും യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന നീതീകരണവും പ്രാപിക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പാപവഴികളെ വിട്ട് യേശു ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നുള്ള പിതാവായ ദൈവം നൽകുന്ന നീതി യേശു ക്രിസ്തുവിലൂടെ കരസ്ഥമാക്കുകയും യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. യേശു എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ രാജാവായി, എൻ്റെ കർത്താവായി വാഴണമേ. പിതാവേ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറച്ച് അങ്ങയുടെ വചനത്തിൽ എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ രാജ്യം നിങ്ങളുടെ ഉള്ളിൽ സ്ഥാപിതമാകുകയായി. സമയം കളയണ്ട. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങൂ. യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അംഗമാകുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഹൃദയത്തിൻ്റെ പലകയിൽ ഒരു എഗ്രിമെൻറ്റ് യേശു ക്രിസ്തുവുമായി എഴുതൂ. യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുവാനുള്ള അവസരങ്ങൾ നമുക്കെല്ലാവർക്കും ഒരുമിച്ചുണ്ടാകും. നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ ഗീതം ചിറകി